ഇനി നമുക്കാണെങ്കിൽ മക്കളെയും കൊണ്ട് ഇന്ന് കടലിൽ കാണാൻ പോയല്ലോ. നമ്മുടെ തക്കാളിക്കവലയിലെ കടലിൽ പോകണം. നമുക്ക് നമ്മുടെ ലത ചേച്ചിയുടെ ഒക്കെ സ്ഥലമില്ലേ, നമ്മുടെ ആ സ്ഥലത്തിന് പേരെന്താന്ന് മറന്നു പോയല്ലോ. അയ്യോ, എന്താ പേര് മറന്നു പോയല്ലോ. ആ ശരിയാടി, കഴക്കൂട്ടം കടലല്ലേ. നമുക്കൊന്ന് ഇപ്പൊ തന്നെ പോകാം. എടി എന്ത് രസമാടി ഇവിടുത്തെ ബീച്ച്. നമ്മുടെ തക്കാളിക്കൊല്ലയിലെ ബീച്ച് പോലെ അല്ലല്ലോ, എന്തൊരു രസമാണ് കാണാൻ. 7 മണിയായില്ല സമയം, നമുക്കൊന്ന് വീട്ടിൽ പോവാം. ആ ശരി, നമുക്കൊന്ന് പോവാടി. രക്തം വേണം. അയ്യോ രമേശേട്ടാ, ആരാ രക്തം വേണം എന്നൊക്കെ പറയുന്നേ? അതെന്തോ പുറയിലൊരു സൗണ്ട് കേട്ടെ. എന്റെ അമ്മേ, പ്രേതം. തെങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന ആ പ്രേതം. മോനിത് പ്രേതമല്ലേ, യക്ഷിയാ. ഈ രക്ഷി എന്തുവാ, പാലമരത്തിലല്ലേ ഇരിക്കുന്നേ? ഇതെന്തോ തേങ്ങക്കത്തിരിക്കുന്നേ? ചിലപ്പോ തേങ്ങ വെള്ളം കുടിക്കാൻ കേറിയായിരിക്കും. എനിക്ക് രക്തം വേണം, കുടിക്കാൻ വരുവാ ഞാൻ. അച്ഛാ, എല്ലാരും എസ്കേപ്പ്. ചേച്ചി, എല്ലാരും ഉണ്ടല്ലോ. എന്താ നിങ്ങൾ പേടിച്ചിരിക്കുന്നേ? ഞങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ബീച്ചൊക്കെ കാണാൻ. അതുകൊണ്ട് ഇങ്ങോട്ടും കൂടെ കേറിയതാ. ഞങ്ങളുടെ വീട്ടില് ബീച്ചില്ലേ, മറ്റേ ഞങ്ങളുടെ തക്കാളിക്കൊല്ലയില് ബീച്ചില്ലേ, അവിടെ പോകുന്നില്ലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഇവിടെ നല്ല രസമല്ലേ കഴക്കൂട്ടത്തെ ബീച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാ. അപ്പോഴാണ് ഞങ്ങളാണെങ്കിൽ കഴക്കൂട്ടം കടലിൽ ചെന്ന് ഞങ്ങൾ വെള്ളത്തിലെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ 7 മണിയൊക്കെ ആയപ്പോഴും നിൽക്കുമായിരുന്നു. ഞങ്ങൾ 7 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വരെ നിൽക്കുമായിരുന്നേ. അപ്പോഴാണ് പുറയുന്ന ഒരു തെങ്ങിന്നൊരു സൗണ്ട്, രക്തം വേണം ഇങ്ങനെ പറഞ്ഞൊരു സൗണ്ട്. മണിക്കൂട്ടനാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ വേണ്ട പുറയിലൊരു യക്ഷി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളാണ് പേടിച്ച് ഓടി ഇങ്ങോട്ട് വന്നതാ. എന്നെ പറ്റിക്കാൻ വന്നേക്കുവാണ്. എന്റെ പൊന്നു ചേച്ചി, ഒന്ന് വിശ്വസിക്ക്, കാല് പിടിച്ചു പറയാ. ഒരു ഗ്ലാസ് രക്തം എടുത്തേക്ക്. എനിക്ക് ഒരു ഗ്ലാസ് രക്തം തരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിടാം. എന്റെ പൊന്നേച്ചി, ഇവിടെ രക്തമൊന്നും ഇല്ല. വേണമെങ്കിൽ പോയി 2 ആടിനെ പിടിച്ചു തന്നു ഞങ്ങളുടെ. ഞാനൊന്ന് അത് പിടിച്ചു തന്നോളാം. അയ്യോ, ആടിനെ ഒന്നും തിന്നല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, ഞങ്ങളുടെ ആടിനെ രക്ഷി കൊല്ലുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണോടെ പോയി പിടിച്ചു തന്നോട്ടെ. എടി പോടി, നീ എന്റെ ആടുകളെല്ലാം തിന്നോടി, നിന്നെ ഞാൻ തല്ലി കൊല്ലുടി. എടി കാലമടിച്ച്, നീ എന്റെ ആടുകളെല്ലാം തിന്നില്ലടി, നിന്നെ കൊല്ലുടിന്ന്. ഈ പെണ്ണുപിള്ളിക്ക് വട്ടായെന്ന് തോന്നുന്നു. നിനക്കാവട്ടെ എന്റെ ആടുകളെ പിടിച്ചു തന്നേ. എടി കള്ളക്കിളവി, എന്നെ അടിക്കാതെന്നേ. പോടി കിളവി, നീ എലുമ്പി ആയിട്ടിരിക്കുന്നേ. കിളവിമാരല്ലേ എലുമ്പി ആയിട്ടിരിക്കുന്നേ, നീ അടിയെ കിളവി. 38 വയസ്സുള്ള എന്നെ കിളവിന്ന് വിളിക്കുന്നേ. നിനക്ക് എത്ര വയസ്സുണ്ട്? അതെനിക്ക് അറിയത്തില്ല എനിക്ക് എത്ര വയസ്സുണ്ടെന്ന്. എടി ദുഷ്ടത്ത്, നീ എന്തിനാണ് എന്റെ ആടുകളെ പിടിച്ചു തിന്നേ? എനിക്ക് വിശക്കുമ്പോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എന്തിനും ആളുകൾ പിടിച്ചു തിന്നു. നീ അങ്ങനെ പിടിക്കുന്നു ഞാനൊന്ന് കാണട്ടെ. അയ്യോ, പെണ്ണുപിള്ള എന്നെ കാലെ പിടിച്ച് അടിക്കുന്നേ. എടി കഴുതേ, നീ ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് എന്റെ കാലെ പിടിച്ച് വലിക്കുന്ന കാരണം നാട്ടുകാർ നിന്നെ തല്ലി ശരിയാക്കി വിട്ടു. അതുകൊണ്ട് നീ മിണ്ടായിരിക്കും. അയ്യോ, എന്നെ കൊല്ലുന്നേ, ഞാൻ ചത്തുപോവേ. ഞാൻ യക്ഷിയായിട്ട് എന്നെ തല്ലി കൊല്ലുന്നു. എന്റെ അമ്മച്ചിയെ, ഞാൻ ചത്തേ. പന്ന പീസസ് എന്റെ ആടുകളെ 2 എണ്ണത്തിന് തിന്ന് നാശം പിടിച്ച സാധനം. എന്താ അത്, ചത്തിന്റെ യക്ഷിയായിട്ട് പോലും പിന്നെയും ചത്തത്. ചേച്ചി, എന്താടാ വിളിച്ചേ? ചേച്ചിയാണെങ്കിലേ പ്രേതങ്ങളെ കാലെ പിടിച്ച് അടിച്ച് കൊല്ലുന്ന ജോലി വല്ലതും എടുക്കും, നല്ല പൈസ കിട്ടും. എനിക്കറിയത്തില്ല ചേച്ചി, ചേച്ചിക്കറിയാം. നിങ്ങൾ ഇനി എന്തിനാ പേടിക്കുന്നത്? പ്രേതം എല്ലാം പോയില്ലേ? അതെ, ഞാനാണ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേരേ. ഇനി നിങ്ങളുടെ വീട്ടിൽ വല്ല പ്രേതം വല്ല വരുവാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ ആ പ്രേതത്തിനെ അടിച്ച് പരത്തി എടുത്തോളാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അല്ലെ ചപ്പാത്തി വേണ്ട, നമുക്ക് പൂരി ഉണ്ടാക്കാം. ചപ്പാത്തികളും ടേസ്റ്റ് പൂരിക്കാം. നിങ്ങൾ ഇനി എന്നാ വീട്ടിൽ പോന്നെ? ഞങ്ങളാണ് നാളെ തന്നെ പോകും. അങ്ങനെ ഇപ്പൊ നാളെ പോകണ്ട, ഇപ്പൊ പോണം. ഇപ്പോഴും അല്ല നാളെയോ അല്ല, ഒരാഴ്ച കണ്ടു പോയാൽ മതി. ശരി ചേച്ചി, ഞങ്ങളെന്ന് ഒരാഴ്ച കണ്ടു പോക്കോളാം. എന്നാ മക്കളെ, നിങ്ങൾ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ. 10 മണിയായ സമയം.